അടുത്തതായി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ 12ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ വേദാന്തവേദ്യമായ സൂക്ഷ്മതലങ്ങളെക്കുറിച്ചെല്ലാം വർണ്ണിച്ചു. അനന്തരം സഗുണസാകാരമായ ഭാവത്തെ പറഞ്ഞ് അങ്ങനെയുള്ള മഹേശ്വരനിൽ പരിശുദ്ധമായ ചിത്തവൃത്തികളെ ഉറപ്പിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഉപസംഹരിക്കാൻ ആരംഭിക്കുകയാണ്. പറയുന്നു: ചന്ദ്രോദ്ഭാസിതശേഖരേ സ്മരഹരേ ഗംഗാധരേ ശങ്കരേ സർപ്പൈർഭൂഷിത കണ്ഠകർണവിവരേ നേത്രോത്ഥവൈശ്വാനരേ ദന്തിത്വകൃത സുന്ദരാംബരധരേ ത്രൈലോക്യസാരേ ഹരേ മോക്ഷാർത്ഥം കുരു ചിത്തവൃത്തിമമലാം അന്യൈസ്തു കിം കർമ്മഭിഃ. മോക്ഷാർത്ഥം കുരു ചിത്തവൃത്തിം അചലാം എന്നും പാഠം കണ്ടിട്ടുണ്ട്. രണ്ടും ശരിയാണ്. അപ്പോൾ ആരുടെ മകുടത്തിൽ ചന്ദ്രക്കല ശോഭിക്കുന്നുവോ, ആര് കാമദേവനെ ഹരിച്ചിരിക്കുന്നുവോ, ആര് ഗംഗയെ ധരിച്ചിരിക്കുന്നുവോ, ആര് സകലർക്കും സുഖത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നുവോ, ആരാണോ സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കണ്ഠത്തോടും ചെവിയോടും കൂടിയത്, ആരുടെ കണ്ണിൽ നിന്നാണോ അഗ്നി പ്രവഹിക്കുന്നത്, ആരാണോ ആനയുടെ തൊലി തൻ്റെ വസ്ത്രമാക്കി ശോഭിക്കുന്നത്, ആ ത്രൈലോക്യസാരമായ 3 ലോകത്തിൻ്റെയും 3 ലോകങ്ങളുടെയും സാരഭൂതമായ ആദിമധ്യാന്തങ്ങളായ അഥവാ 3 ലോകങ്ങൾക്കും ഉണ്മയ നൽകുന്നവനായ ആ ഹരനിൽ, ഹരൻ ഹരിക്കുന്നവൻ, അജ്ഞാനത്തെ ഹരിക്കുന്നവനാണ്, സകല ആസുരിക വൃത്തികളെയും ഹരിക്കുന്നവനാണ്, അഥവാ സർവ പ്രകടിത ഭാവങ്ങളെയും സകല ലോകങ്ങളെയും സംഹാരകാലത്തിൽ ഹരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഹരനിൽ, മഹാദേവനിൽ ചിത്തവൃത്തിയെ അചലമാക്കി ചെയ്താലും അചലാം കുരു, ചിത്തവൃത്തിയെ, അന്ധക്കരണവൃത്തിയെ അചലമാക്കി ചെയ്താലും. താത്പര്യം പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്ന ചിത്തവൃത്തികളെ, അന്ധക്കരണത്തിൻ്റെ വൃത്തികളെ അചലമാക്കി ഉറപ്പിച്ചാലും. ഓരോ വസ്തുജ്ഞാനം, ഓരോ വിഷയജ്ഞാനം സംഭവിക്കുമ്പോഴും ആ വിഷയത്തിൻ്റെ ആകാരം അന്ധക്കരണത്തിൽ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള അന്ധക്കരണത്തിൻ്റെ വിഷയാകാര പരിണാമത്തെയാണ് നമ്മൾ വൃത്തി എന്ന് പറയുന്നത്. അനുനിമിഷം ആയിരക്കണക്കിന് വൃത്തികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്, ഛിന്ന ഭിന്നമായി പലതിൻ്റെ പിന്നാലെ. അതെല്ലാം ഉപസംഹരിച്ച് ഈ മഹേശ്വരൻ്റെ രൂപത്തിൽ, ഭാവത്തിൽ, തത്വത്തിൽ ചിത്തവൃത്തിയെ അചലമാക്കി ചെയ്താലും ചലനരഹിതമാക്കി ചെയ്താലും അഭ്യാസത്തിലൂടെ സാധിക്കുന്നതാണ്, നിരന്തര അഭ്യാസത്തിലൂടെ. ഇപ്പോൾ മനസ്സ് ഭഗവാനിൽ ഉറച്ചു, ഇപ്പോൾ ഒന്നിൻ്റെ പിന്നാലെ ഓടുന്നില്ല. ആ ഒരവസ്ഥയിൽ ചിത്തവൃത്തിയെ അചലമാക്കി ചെയ്താലും. മറ്റൊരു പാഠം, ചിത്തവൃത്തിയെ അമലമാക്കി ചെയ്താലും. അമലം പരിശുദ്ധം. പലതിൻ്റെ പിന്നാലെ ഭ്രമിച്ചോടാതെ ഏകതത്വത്തിൽ ഉറച്ചിരിക്കുമ്പോൾ അത് അമലമാകുന്നു.
അങ്ങനെ അമലമായ പരിശുദ്ധമായ ചിത്തവൃത്തിയെ ചെയ്താലും എന്തിനു വേണ്ടി? അവിടെയാണ് പറയുന്നത് മോക്ഷാർത്ഥം, മോക്ഷത്തിനായിക്കൊണ്ട്, ഈ സംസാരക്ലേശങ്ങളിൽ നിന്ന് മുഴുവൻ മുക്തമാകുന്നതിന് വേണ്ടിയിട്ട്, അജ്ഞാന കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട്. മോക്ഷം എന്നാൽ ആത്യന്തിക ദുഃഖനിവൃത്തിയാണ്. മോക്ഷം എന്നാൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്. അങ്ങനെ വരുമ്പോൾ അജ്ഞാന കാര്യങ്ങളിൽ നിന്നെല്ലാമുള്ള മോചനമാണ്, ആത്യന്തികമായ ദുഃഖനിവൃത്തി എന്ന് പറയാം. അതുതന്നെയാണ് നിരതിശയമായ സുഖപ്രാപ്തി. അപ്പം നിരതിശയമായ സുഖപ്രാപ്തി, ആത്യന്തികമായ ദുഃഖനിവൃത്തി, അങ്ങനെയുള്ള അജ്ഞാനമോചനമാകുന്ന മോക്ഷം, ഈ മോക്ഷത്തിനായിക്കൊണ്ട് ചിത്തവൃത്തികളെ മുഴുവൻ അചലമാക്കിയാലും അമലമാക്കിയാലും. ഇത് ഉപദേശിച്ച ഉടനെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് നമ്മളോട്. അന്യൈഹി തു കിം കർമ്മഭിഹി, അന്യൈഹി കർമ്മഭിഹി കിം, മറ്റു കർമ്മങ്ങളെ കൊണ്ട് എന്ത് കാര്യം? ഇത്രയും കാലം നീ എന്തെല്ലാം കർമ്മങ്ങളെ ചെയ്തു, അതിലൂടെ എന്തെല്ലാം നേടി, ആ നേടിയത് എന്താണ് ശാശ്വതമായിട്ടുള്ളത്? താത്കാലികങ്ങളായവ മാത്രം, ക്ഷണഭംഗുരങ്ങളായത് മാത്രം. അല്ലാതെ നിത്യമായ ഫലത്തെ ഒരിക്കലും അനിത്യങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് നേടാൻ സാധ്യമല്ല. നാസ്തി അകൃതകൃതേന എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. അകൃതമായ മോക്ഷം ഒരിക്കലും കൃതമായതിനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത് അന്യൈഹി കർമ്മഭിഹിക്കും. ഇവിടെ ചോദ്യം പ്രശ്നാർത്ഥത്തിലല്ല, അത് പ്രശ്നാർത്ഥമാണ് എങ്കിൽ തന്നെയും ആക്ഷേപാർത്ഥമാണ് മുഖ്യം. മറ്റൊരു കർമ്മങ്ങളെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അവയെ മുഴുവൻ ത്യജിച്ച് ഏകനായ പരമേശ്വരനിൽ ചിത്തവൃത്തികളെ ഉറപ്പിച്ചാലും അന്യൈഹി കർമ്മഭിഹിക്കും, മറ്റ് കർമ്മങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? ലൗകികങ്ങളായും വൈദികങ്ങളുമായുള്ള കർമ്മങ്ങൾ, ഈ ലോകത്തിൽ പല പ്രയോജനങ്ങളെയും തരുന്ന കർമ്മങ്ങൾ, അതുപോലെ പുണ്യസമ്പാദനത്തിലൂടെ സ്വർഗലോകത്തെ തരുന്ന കർമ്മങ്ങൾ, ഇങ്ങനെ ഈ ലോകത്തെയോ പരലോകങ്ങളെയോ അവ നൽകട്ടെ, അതുകൊണ്ട് എന്ത് പ്രയോജനം? അവയെല്ലാം നശിക്കുന്നവയല്ലേ. അതുകൊണ്ടൊന്നും ദുഃഖനിവൃത്തി എന്നതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അത് മനസ്സിലാക്കി ചിത്തവൃത്തിയെ മുഴുവൻ അചലമായി അമലമായി ഉറപ്പിച്ചാലും എവിടെ? സഗുണമായിരിക്കുന്ന സാകാരമായിരിക്കുന്ന ഭാവത്തിൽ. സാമാന്യ വ്യക്തിയെ സംബന്ധിച്ച് നിർഗുണമായ നിരാകാരമായ തത്വാനുസന്ധാനം ക്ലേശകരമാണ്. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം എന്ന് ഗീത പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രായേണ സാമാന്യത്തിന് എളുപ്പമുള്ള സഗുണസാകാരമായ ഭഗവത് രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കാനാണ് പറയുന്നത്. എന്നാൽ ആ അനുസന്ധാനം ചെയ്യുമ്പോഴും ഓർമ്മിച്ചു കൊള്ളണം, ഇത് തന്നെയാണ് പരമസത്യമെന്ന്. അതിനാണ് ത്രൈലോക്യസാരേ എന്നൊരു പദം അവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ സഗുണസാകാരമായി താൻ ഉപാസിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സാരഭൂതമായ ഉണ്മ, സത്യം എന്ന ഭാവനയോടുകൂടി നീ ഉറപ്പിച്ചാലും ചിത്തവൃത്തികളെ എന്നുപദേശിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.